തായ്ലൻഡിലെ ഏറ്റവും മനോഹരമായ ദ്വീപുകളിലൊന്നായ ഫുക്കറ്റിലെ ഏറ്റവും വലുതും ഏറ്റവും ചരിത്രപരമായി പ്രാധാന്യമുള്ളതുമായ ഒരു ക്ഷേത്രത്തിലാണ് ഇപ്പോൾ നമ്മൾ. മനോഹരമായ ബീച്ചുകൾ മാത്രമല്ല, ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുറങ്ങുന്ന നിരവധി പുണ്യസ്ഥലങ്ങൾ ഇവിടെയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് വാട്ട് ചലോങ്. വെൽക്കം ടു ദ ചാനൽ. പ്രകൃതി രമണീയമായ ഫുക്കറ്റ് ദ്വീപിലെ ചരിത്രവും വിശ്വാസവും ഇഴചേർന്ന് നിൽക്കുന്ന വാട്ട് ചലോങ്ങിലേക്ക് ഏവർക്കും സ്വാഗതം. വാട്ട് എന്നാൽ ക്ഷേത്രം എന്നാണ് അർത്ഥം. ഈ നീലിച്ച ആകാശത്തിന് താഴെ സ്വർണ്ണവർണ്ണത്തിൽ തിളങ്ങി നിൽക്കുന്ന പ്രധാന കെട്ടിടങ്ങൾ, ശാന്തമായ അന്തരീക്ഷം, ഇവിടെ എത്തുന്ന ഓരോ സഞ്ചാരിയിലും ഭക്തിയുടെയും സമാധാനത്തിൻ്റെയും ഒരു പ്രത്യേക അനുഭൂതി നിറയ്ക്കാൻ ഈ ക്ഷേത്രത്തിന് കഴിയും. ഈ പുണ്യസ്ഥലം സന്ദർശിക്കുമ്പോൾ നിങ്ങൾ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം. മാന്യമായ വസ്ത്രധാരണ രീതി, തോളിനും കാൽമുട്ടിനും താഴെ മറയ്ക്കുന്ന വസ്ത്രങ്ങൾ നിർബന്ധമാണ്. കൂടാതെ പ്രധാന ഹാളുകളിൽ പ്രവേശിക്കുന്നതിന് മുൻപ് ചെരുപ്പുകൾ പുറത്ത് അഴിച്ചു വയ്ക്കുകയും വേണം. വാതിലുകളിലും ജനലുകളിലും തായി പരമ്പരാഗത ശൈലിയിലുള്ള വർണ്ണാഭമായ കൊത്തുപണികൾ കാണാം. പ്രധാനമായും നാഗ എന്ന ഐതിഹ്യത്തിൻ്റെ പാമ്പുകളെയാണ് ഇവിടെ കൊത്തിവെച്ചിരിക്കുന്നത്. തായി സംസ്കാരത്തിൽ, പ്രത്യേകിച്ച് കലയിലും ഐതിഹ്യങ്ങളിലും, ശിവൻ, വിഷ്ണു, ബ്രഹ്മാവ്, ഗരുഡൻ, നാഗങ്ങൾ തുടങ്ങിയ ഹൈന്ദവ ദൈവങ്ങളുടെയും കഥാപാത്രങ്ങളുടെയും സ്വാധീനം വളരെ ശക്തമാണ്. ഇവയുടെ ശില്പങ്ങൾ ക്ഷേത്രങ്ങളുടെ അലങ്കാരങ്ങളിലും ചിത്രപ്പണികളിലും കണ്ടേക്കാം. അടുത്തതായി പോയത് ഇവിടുത്തെ ഒരു പ്രാർത്ഥനാ മണ്ഡപത്തിലാണ്. വാട്ട് ചലോങ്ങിൻ്റെ ഹൃദയമെന്ന് വിളിക്കാവുന്ന ഈ മണ്ഡപത്തിൽ നമ്മൾക്ക് 3 സന്യാസിമാരുടെ പ്രതിമകൾ കാണാൻ സാധിക്കും. വാട്ട് ചലോങ് ക്ഷേത്രം 19-ാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലാണ് നിർമ്മിക്കപ്പെട്ടത് എന്ന് വിശ്വസിക്കപ്പെടുന്നു. തുടക്കത്തിൽ ഒരു സാധാരണ ആശ്രമമായിരുന്ന ഈ ക്ഷേത്രം പ്രദേശവാസികൾക്ക് ആത്മീയമായ മാർഗനിർദ്ദേശങ്ങൾ നൽകുന്ന കേന്ദ്രമായി പ്രവർത്തിച്ചു. ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ഈ 3 സന്യാസിമാർ ഫുക്കറ്റിൻ്റെ ചരിത്രത്തിലും തായി ജനതയുടെ വിശ്വാസത്തിലും അത്യധികം ആദരണീയരാണ്. ഈ പ്രതിമകളിൽ സ്വർണ്ണ ഇലകൾ ഒട്ടിക്കുന്നത് തായി ജനതയുടെ അഗാധമായ ബഹുമാനത്തിൻ്റെ അടയാളമാണ്. ക്ഷേത്രത്തിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ കാലഘട്ടം 1876-ൽ ഫുക്കറ്റിൽ നടന്ന ഒരു പ്രക്ഷോഭം. അത് ഒരുപാട് നാശനഷ്ടങ്ങൾക്ക് അന്ന് കാരണമായി. അന്ന് കലാപസമയത്ത് ഇവിടുത്തെ ജനങ്ങൾക്ക് ധൈര്യവും പരിക്കേറ്റവർക്ക് ചികിത്സയും നൽകിയ സന്യാസിമാരുടെ പ്രതിമകളാണ് ഇവിടെ ഉള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. വെയിലേൽക്കാതെ നടക്കാൻ പറ്റുന്ന മരങ്ങൾ നിറഞ്ഞ നടപ്പാതകളും ഇവിടെയുണ്ട്. പ്രധാനമായും ബുദ്ധൻ്റെ ജീവിതത്തെക്കുറിച്ചും തത്വങ്ങളെക്കുറിച്ചും പ്രതിഫലിക്കുന്ന ഒരു ശാന്തമായ അന്തരീക്ഷം ഈ പൂന്തോട്ടങ്ങൾ നിലനിർത്തുന്നു. തായ്ലൻഡിലെ വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആരാധന പോലെ തന്നെ പ്രധാനമാണ് മനസ്സിൻ്റെ ഈ ശാന്തിയും സമാധാനവും. ക്ഷേത്രം എല്ലാ ദിവസവും രാവിലെ 7 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ തുറന്നിരിക്കും. പ്രവേശനത്തിന് ഫീ ഒന്നുമില്ല. പബ്ലിക് ട്രാൻസ്പോർട്ട് പൊതുവെ ഫുക്കറ്റിൽ കുറവായതുകൊണ്ട് ബോൾട്ട് അല്ലെങ്കിൽ ഗ്രാബ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് നിങ്ങൾക്ക് കാർ ബുക്ക് ചെയ്യാം. ഇവിടെ എത്താൻ ഞാൻ ടാക്സി ബുക്ക് ചെയ്തത് ബോൾട്ട് ആപ്ലിക്കേഷൻ യൂസ് ചെയ്താണ്. നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഇവിടെയും അമ്പലങ്ങളിൽ കരിമരുന്ന് പ്രയോഗമുണ്ട്. ആ ദൂരെ കാണുന്ന പുകപടലം വെടിവഴിപാടിൻ്റെതാണ്. ആരെങ്കിലും പ്രാർത്ഥിച്ച് നേർച്ച നേർന്ന് കാര്യങ്ങൾ വലിക്കുമ്പോൾ അതിനുള്ള കൃതജ്ഞതയായിട്ടാണ് ഭക്തർ ഇവിടെ കഥന പൊട്ടിക്കുന്നത്. ഇനി പോകുന്ന ഈ ഗോപുരം ഏറ്റവും പ്രാധാന്യമുള്ളതാണ്. ഏകദേശം 60 മീറ്ററിലധികം ഉയരമുണ്ട് ഇതിന്. 3 നിലകളാണ് ഈ പഗോഡയ്ക്കുള്ളത്. ഓരോ നിലയിലും ബുദ്ധൻ്റെ ജീവിതത്തിലെ പ്രധാന സംഭവങ്ങളും ജാതകകഥകളും ചിത്രീകരിക്കുന്ന മനോഹരമായ ചുവർച്ചിത്രങ്ങൾ കൊണ്ട് അലങ്കരിച്ചിരിക്കുന്നു ഇവിടെയെല്ലാം. ഏറ്റവും താഴത്തെ നിലയിലാണ് ഏറ്റവും വിശാലമായത്. ഈ നിലയിലെ ചുവരുകളിൽ ബുദ്ധൻ്റെ ജീവിതം, കഥകൾ, ഉപദേശങ്ങൾ എന്നിവ ചിത്രീകരിച്ച് മനോഹരമായ മ്യൂറൽ പെയിൻറ്റിംഗ് കൊത്തിവെച്ചിരിക്കുന്നു. പ്രധാനമായും ഇവിടെ 7 ദിവസങ്ങളിലെ ബുദ്ധരൂപങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. തായി ബുദ്ധമതത്തിൽ ഒരാൾ ജനിച്ച ദിവസത്തെ ബുദ്ധരൂപത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ 2-ാം നിലയിലും പ്രതിമകളാലും ചുവർച്ചിത്രങ്ങളാലും സമ്പന്നമാണ്. ഈ നിലയിലെ ചുമർചിത്രങ്ങൾ പ്രധാനമായും ബുദ്ധൻ്റെ ധർമ്മങ്ങളും ബുദ്ധമത തത്വങ്ങളും അടിസ്ഥാനമാക്കി ഉള്ളതാണ്. 1-ാം നിലയിൽ കണ്ടതുപോലെ ജനന ദിവസങ്ങളിലെ ബുദ്ധരൂപങ്ങൾ ഈ നിലയിലില്ല. ഇവിടെ ബുദ്ധൻ്റെ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളും തായി വാസ്തുവിദ്യയിലെ പ്രധാനപ്പെട്ടതുമായ മറ്റു നിരവധി ബുദ്ധപ്രതിമകളെ കാണാം.
ഇനി പടികൾ കയറി മൂന്നാമത്തെ നിലയിലേക്ക് പോകാം. ഈ നിലയിൽ പ്രതിമകളൊന്നുമില്ല, മറിച്ച് ഏറ്റവും പവിത്രമായ ഒരു വസ്തുവാണ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. ശ്രീ ബുദ്ധൻ്റെ അസ്ഥിശകലം ഇവിടെയാണ് വച്ചിരിക്കുന്നത്. ബുദ്ധൻ്റെ എല്ലിൻ്റെ ചെറിയൊരു കഷ്ണമാണ് ഇവിടെ സൂക്ഷിച്ചിരിക്കുന്നത് എന്നാണ് വിശ്വാസം. മൂന്നാമത്തെ നിലയിൽ ക്യാമറ വെച്ച് ദൃശ്യങ്ങൾ ചിത്രീകരിക്കാൻ പറ്റുമോ എന്ന് അറിയാത്തതുകൊണ്ട് ഞാൻ ഇവിടുത്തെ ചിത്രങ്ങളൊന്നും എടുത്തില്ല. ഈ മൂന്നാം നിലയിൽ തന്നെ നമുക്ക് വിശാലമായ ഒരു ബാൽക്കണി ഉണ്ട്. ഇവിടെ നമുക്ക് ഈ പഗോഡ ചുറ്റി നടന്ന് കാണാൻ പറ്റുന്നതാണ്. ഈ തിരുശേഷിപ്പ് സ്ഥാപിച്ചിരിക്കുന്ന മുകളിലെ നിലയിൽ നിന്ന് ഫുക്കറ്റിലെ മനോഹരമായ വിദൂര കാഴ്ച കാണാൻ സാധിക്കും. ലോഞ്ചിൻ്റെ വിശാലതയും പച്ചപ്പും ഒപ്പം ദൂരെ കാണുന്ന മലനിരകളും ബാൽക്കണിയിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുഴുവൻ വളപ്പം വ്യക്തമായി കാണാം. ഏറ്റവും പ്രധാനമായി ഈ ബാൽക്കണിയിൽ നിന്ന് നോക്കിയാൽ അടുത്തുള്ള കുന്നിൻ മുകളിൽ സ്ഥിതി ചെയ്യുന്ന ഫുക്കറ്റിലെ ബിഗ് ബുദ്ധ വലിയ പ്രതിമയുടെ മനോഹരമായ ദൂരക്കാഴ്ച ലഭിക്കും. വെള്ള മാർബിളിൽ തീർത്ത ആ പ്രതിമ ഈ പച്ചക്കുന്നിൻ മുകളിൽ തലയുയർത്തി നിൽക്കുന്നത് കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണ്. ബാൽക്കണിയുടെ തൊട്ടടുത്തുള്ള ഭിത്തികളിൽ സൂക്ഷ്മമായി ശ്രദ്ധിച്ചാൽ അകത്തെ ചുവർചിത്രങ്ങൾക്ക് പുറമേ പുറത്തും ചെറിയ രീതിയിലുള്ള ചിത്രപ്പണികളോ അല്ലെങ്കിൽ ശില്പങ്ങളോ കാണാൻ സാധിക്കും. ഈ വാസ്തുവിദ്യപരമായ സൗന്ദര്യങ്ങളെല്ലാം ചേരുമ്പോൾ ഈ പഗോഡ തായ് കലാരൂപത്തിൻ്റെയും കരകൗശലത്തിൻ്റെയും ഉത്തമ ഉദാഹരണമായി മാറുന്നു. അടുത്തതായിട്ട് തൊട്ടടുത്ത് തന്നെയുള്ള മറ്റൊരു അമ്പലത്തിൻ്റെ കാഴ്ചയിലേക്കാണ് പോയത്. ഈ ഒരു അമ്പലം ഇവിടെയുള്ള മറ്റു പഗോഡകളെ വെച്ച് നോക്കുമ്പോൾ വളരെ ഡിഫറെൻ്റ് ആയിരുന്നു. കണ്ട മറ്റ് എല്ലാ ക്ഷേത്രങ്ങളും തായ് ബുദ്ധിസ്റ്റ് ആർക്കിടെക്ചർ മോഡൽ ആയിരുന്നു എങ്കിൽ ഇത് അതിൽ നിന്നും വളരെ വ്യത്യാസപ്പെട്ടിരുന്നു. നമുക്കറിയാം, തായ്ലൻഡിലുള്ള ഒട്ടുമിക്ക ടെമ്പിൾ കൺസ്ട്രക്ഷനിലും ഒരു ചൈനീസ് ടെമ്പിൾ കൺസ്ട്രക്ഷൻ ഇൻഫ്ലുവൻസ് കാണാൻ സാധിക്കുമെന്ന്. പക്ഷേ ഇവിടെ ഈ ടെമ്പിൾ കാണുമ്പോൾ എനിക്ക് ഏൻഷ്യൻ ഇന്ത്യ ടെമ്പിൾ ഇൻഫ്ലുവൻസ് ആണ് തോന്നുന്നത്. പിന്നെ ഏറ്റവും പ്രധാനം ഇതിൻ്റെ ചുവരിലുള്ള ശിവ സിംബോളിക് സ്റ്റാച്ചു ആയിരുന്നു. ഈ കാഴ്ചകൾ കണ്ട് പുറത്തിറങ്ങുമ്പോൾ തൊട്ടടുത്ത് തന്നെ വിശാലമായിട്ടുള്ള ഗ്രൗണ്ട് കാണാൻ സാധിക്കുന്നതാണ്. ഗ്രൗണ്ടിൽ പലയിടത്തും വിദേശികളും സ്വദേശികളുമായിട്ടുള്ളവർ പ്രാവിന് തീറ്റ കൊടുക്കുന്നത് കാണാൻ സാധിക്കും. ഈ ഗ്രൗണ്ടിൻ്റെ സൈഡിലായിട്ട് തന്നെ നമ്മളിവിടെ എത്തിയ ടാക്സി കിടക്കുന്നുണ്ടായിരുന്നു. ഈ ഗ്രൗണ്ടിൻ്റെ അടുത്തായി തന്നെ ഒരു വലിയൊരു കുളമുണ്ട്. അവിടെയും ആളുകൾ നേർച്ചയായിട്ട് കുളത്തിൽ മീൻ നിക്ഷേപിക്കുന്നത് കാണാൻ സാധിച്ചു. ഫുക്കറ്റ് തായ്ലൻഡ് യാത്ര ചെയ്യുന്നവർക്ക് ഉറപ്പായും വാട്ചലോങ് നിങ്ങളുടെ യാത്രാ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയ മനോഹരമായിട്ടുള്ള ഒരിടം തന്നെയാണ്. തായ്ലൻഡ് യാത്രയിൽ ഉൾപ്പെട്ടിട്ടുള്ള മറ്റു വീഡിയോകളും ഉടൻ തന്നെ ഞാൻ ഈ ചാനലിൽ ഇടുന്നതാണ്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.